നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ശശി തരൂരിനെ കൊണ്ട് പാർട്ടിക്ക് പുലിവാല് പിടിക്കാൻ വയ്യ. അതുകൊണ്ട് ശശി തരൂരിനെ നിരീക്ഷിക്കാൻ ചാരന്മാരെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. ശശി തരൂർ ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസിന് മാറിയിരിക്കുകയാണ്. അങ്ങ് കേന്ദ്രത്തിൽ നിൽക്കുമ്പോൾ മോദി സർക്കാരിനെ പിന്തുണച്ചും പുകഴ്ത്തിയും സംസാരിക്കും. ഇങ്ങ് കേരളത്തിലേക്ക് എത്തിയാൽ പിണറായിയെ പിന്തുണച്ചും പുകഴ്ത്തിയും സംസാരിക്കും. ശശി തരൂരിന്റെ ഈ നിലപാടാണ് കോൺഗ്രസിനെ തിരിച്ചടിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെയും പിണറായി സർക്കാരിനെതിരെയും പല കാര്യങ്ങളിലും പ്രതിഷേധത്തിലും അവമതിപ്പിലുമൊക്കെയാണ് കോൺഗ്രസ് ഉള്ളത്. ഇതിനിടയിൽ കോൺഗ്രസിന്റെ ഈ നിലപാടുകളെ എല്ലാം വലിച്ചെറിയുന്ന തരത്തിലാണ് ശശി തരൂരിന്റെ പോക്കും പ്രസ്താവനകളും. ഇനി ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന കടുത്ത തീരുമാനത്തിലാണ് നേതാക്കളും അതുപോലെ തന്നെ അണികളും. അയാളെ വലിച്ചു പുറത്തേക്കിടെ എന്തിനാണ് മോദിയുടെ കാല് നക്കി നടക്കുന്ന ഒരുത്തനെ പാർട്ടിയിൽ ഇങ്ങനെ പിടിച്ചിരുത്തുന്നത് എന്നുള്ള ചോദ്യം പല കോണിൽ നിന്ന് മുറുകി വരുന്നുണ്ട്. ഇത് മാത്രമല്ല, കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം ശശി തരൂരിനെതിരെ വലിയ തെറിവിളിയും അതുപോലെ തന്നെ പൊട്ടിത്തെറികളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിനെ ഇനി നിരീക്ഷിച്ചേ മതിയാകൂ എന്നൊരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ നിരീക്ഷിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. പാർലമെന്റ് സമ്മേളനത്തിലെ തരൂരിന്റെ നീക്കങ്ങളാകും നിരീക്ഷിക്കുക. കേന്ദ്ര സർക്കാരിന്റെ വികസനത്തെ പിന്തുണച്ച് വീണ്ടും രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് ഈ ഒരു കടുത്ത നിലപാടിലേക്ക് കോൺഗ്രസ് തിരിയുന്നത്. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണെങ്കിലും ഇപ്പോൾ നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ ധൈര്യമില്ലെന്നും കൊച്ചിയിലെ ഹോർത്തൂസ് പരിപാടിയിൽ ശശി തരൂർ പ്രതികരിച്ചിരുന്നു. 16 വർഷമായി കോൺഗ്രസിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു. പാർട്ടി വിടാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. പാർട്ടിയിലെ ചിലർ ആവശ്യപ്പെട്ട് കാണും. നേതൃത്വത്തിന്റെ ഭാഗമാണെന്ന് ഇപ്പോൾ പറയാൻ ധൈര്യമില്ല. നേതൃപരമായ പദവികളൊന്നും തന്നിട്ടില്ല എന്നും ശശി തരൂർ പ്രതികരിച്ചു. പാർലമെന്റ് വിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള സാധ്യതയും അദ്ദേഹം തള്ളിക്കളയുന്നില്ല. പാർട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയട്ടെ എന്നാണ് ശശി തരൂർ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. BJPയിലെ എല്ലാവരും വർഗീയവാദികൾ അല്ലെന്ന സർട്ടിഫിക്കറ്റും തരൂർ നൽകി. ഈ സാഹചര്യത്തിൽ തരൂർ പാർട്ടി വിടുമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസ് ഉള്ളത്. എങ്കിലും തരൂരിനെതിരെ നടപടികളൊന്നും എടുക്കില്ല. അത് പാർട്ടിക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ള ഒരു തോന്നലിലാണ് ഇപ്പോൾ മൗനം പാലിക്കുന്നത്. തരൂർ പാർട്ടി വിട്ടു പോകട്ടെ എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. മോദി സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്ന തരൂരിനെതിരെ നടപടിയെടുക്കാനുള്ള ധൈര്യം ഹൈക്കമാൻഡിനില്ലെന്ന വിലയിരുത്തലും ശക്തമാണ്. നേരത്തെയും മോദി സ്തുതിയുടെ പേരിൽ തരൂർ വിവാദം സൃഷ്ടിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കേന്ദ്ര സർക്കാരിന്റേത് ശരിയായ നടപടിയാണെന്ന് വിദേശ രാജ്യങ്ങളുമായുള്ള ചർച്ചയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതിനിധിയായി അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഓരോ വിവാദവും ഉണ്ടാകണമെങ്കിൽ തരൂർ രാജിവെച്ചിട്ട് അഭിപ്രായം പറയട്ടെ എന്നതായിരുന്നു നേതാക്കളുടെ പ്രതികരണം. പുകച്ചു പുറത്തു ചാടിക്കാനാണ് കേരളത്തിലെ നേതാക്കളുടെ ശ്രമമെങ്കിൽ പുറത്താക്കിയാൽ പോകാം എന്ന മനോഭാവത്തിലാണ് തരൂർ. ശശി തരൂർ മോദിയെ പുകഴ്ത്തുന്നതും PM ശ്രീയിൽ ഒപ്പിടണമെന്നുമെല്ലാം പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ പാർട്ടി നടത്തിയ കഠിനാധ്വാനവും തോൽപ്പിക്കാൻ മോദിയും BJPയും നടത്തിയ മലീമസമായ പ്രവർത്തനങ്ങളും തരൂർ ഓർക്കണമെന്നും വേണുഗോപാൽ പറഞ്ഞു. അതിനിടെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനവുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് യോഗത്തിൽ നിന്നും വിട്ടുനിന്ന് ശശി തരൂർ ആ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തരൂർ കേരളത്തിൽ അമ്മയ്ക്കൊപ്പമാണെന്നും അതിനാലാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു. നേരത്തെ SIR വിഷയത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ശശി തരൂർ പങ്കെടുത്തിരുന്നില്ല. അനാരോഗ്യത്തെ തുടർന്നാണ് യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് ശശി തരൂർ അറിയിച്ചത്. എന്നാൽ ആ സമയം പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. കൂടാതെ പ്രധാനമന്ത്രിയെ പ്രശംസിച്ച് സമൂഹമാധ്യമത്തിൽ അദ്ദേഹം പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. ഇത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത്. ഞായറാഴ്ചത്തെ യോഗത്തിൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പങ്കെടുത്തിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കുകൾ കാരണമാണ് പങ്കെടുക്കാതിരുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. എന്തായാലും ശശി തരൂർ വലിയൊരു വള്ളിയായി കോൺഗ്രസിന് മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ ഇറങ്ങി പോകട്ടെ, ഞങ്ങളായിട്ട് ഇറക്കി വിട്ട് വലിയൊരു വിവാദം സൃഷ്ടിക്കുന്നില്ല എന്ന നിലപാടിൽ മൗനം പാലിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. എന്നാൽ തരൂരാകട്ടെ വേണമെങ്കിൽ പാർട്ടി എന്നെ പുറത്താക്കട്ടെ എന്നുള്ള നിലപാടിലും ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഇനി ശശി തരൂരിന്റെ വായിൽ നിന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന എന്തെങ്കിലും ഒരു നീക്കമുണ്ടായാൽ വലിയ തോതിൽ അത് തിരിച്ചടിയാകുമെന്നും ശശി തരൂരിനെ പുകച്ചു പുറത്തു ചാടിക്കാൻ സൈബർ ഗ്രൂപ്പുകളെ ശക്തമാക്കിയിരിക്കുകയുമാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.